Hi friends, welcome back to our new video. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടിപ്സ് വീഡിയോ ആണ്. നമ്മൾ ഹൗസ് വൈഫ്മാർക്ക് ക്ലീനിങ്ങും അതുപോലെ പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങാനൊക്കെ ആയിട്ട് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ വലിയ ചിലവൊന്നും ഇല്ലാത്തതുമായിട്ടുള്ളൊരു കിടിലൻ ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ആട്ടപ്പൊടി, ഗോതമ്പ് പൊടി. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. അതൊരു കപ്പായിട്ട് എടുക്കുക. അതിന് ശേഷം എഗ് ഷെല്ല് നമ്മൾ ഒഴിവാക്കുന്ന മുട്ടത്തോട്, അതിന് മുട്ടത്തോട് ഒഴിവാക്കാനേ നിൽക്കണ്ട കേട്ടോ. എപ്പോൾ മുട്ട പൊരിക്കുകയാണെങ്കിലും ഞാനിവിടെ ഒരു ഐസ്ക്രീം ബൗള് അതിന് വേണ്ടിയിട്ട് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോൾ മുട്ട പൊരിക്കുകയാണെങ്കിലും അതിൻ്റെ എഗ് ഷെല്ല് എടുത്ത് വെക്കും. അതിന് ഈ ഒരു യൂസ്ഫുള്ളിന് മാത്രമല്ല, നമുക്ക് ചെടികൾക്കെല്ലാം വളമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഓൾഡായിട്ടുള്ള ന്യൂസ് പേപ്പർ, അതുപോലെ നമ്മൾ A4 ഷീറ്റും ഒക്കെ എടുക്കാം. അതും കൂടി പീസാക്കി കൊടുത്തിട്ട് എഗ് ഷെല്ലും ന്യൂസ് പേപ്പറും ആ ഗോതമ്പ് പൊടിയും കൂടി ഈക്വലാക്കിയിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ പൊടി നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരുപാട് എഗ് ഷെല്ലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത്രയും അളവ് തന്നെ ന്യൂസ് പേപ്പർ എടുക്കുക, അതേ അളവ് തന്നെ ഗോതമ്പ് പൊടി എടുക്കുക. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം. ഒരു അടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ പൗഡറിനോട് കൂടെ വേറെ ചിലതൊക്കെ ചേർത്താൽ നമുക്ക് വേറെ വേറെ യൂസിങ് ആക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചത്, അതുപോലെ പാത്രത്തിന് ചായ എല്ലാം തിളപ്പിക്കുന്ന പാത്രമാകുമ്പോൾ ഉള്ളിൽ ചായയുടെ കറയുണ്ടാവും. അതുപോലെ നമ്മൾ പപ്പടമൊക്കെ കാച്ചുന്ന ചീനച്ചട്ടി അതിലെല്ലാം ഉണ്ടാവും, അതിൻ്റെ ഒരു ഓയിലിൻ്റെ എല്ലാം ഒരു കറ പതിഞ്ഞ് കിടപ്പുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് പുരട്ടിയിട്ട് നമ്മൾ പുറമേ അടുപ്പിൽ വെക്കൂലേ, നമ്മൾ പുകയില്ലാത്ത അടുപ്പല്ലാതെ പുറമേ നമ്മൾ വെക്കും. ഇവിടെ ഉപ്പൊക്കെ നമ്മൾ ബീഫെല്ലാം വരട്ടുമ്പോൾ അത് ചിരട്ടക്കണലിൽ വേവിച്ചിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടൊരു അടുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ബിരിയാണി ചെമ്പിലെല്ലാം കരി പറ്റാതിരിക്കാനെല്ലാം ഇതെന്ത് ചെയ്യുക, ഒരിത്തിരി ചാരം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ പുറമേ പുരട്ടിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചാൽ ആ കരി അതിൽ പിടിക്കുകയില്ല. നമുക്കത് കഴുകിയെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ ചായയൊക്കെ കുടിക്കാറുള്ള ഗ്ലാസ് നന്നായിട്ട് വെട്ടി തിളങ്ങണമെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പൗഡർ ഇടുക. അതിൻ്റെ കൂടെ ഒരിത്തിരി വിമ്മ്, അതല്ലെങ്കിൽ പ്രില്ല്, നമുക്ക് ഏതാണോ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതും ഒരിത്തിരിയും കൂടി ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ജോലികളൊക്കെ എടുക്കുക. ഗ്ലാസ്സിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും. മാസത്തിലൊരു ദിവസമെങ്കിലും ഗ്ലാസ്സൊക്കെ എങ്ങനെ എടുക്കുക, എന്നാൽ പെട്ടെന്ന് ഇതാ കണ്ടോ ചായക്കറ എല്ലാം പറ്റിയിട്ട് വേറൊരു കളറായിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിലിങ്ങനെ ഒന്ന് പറ്റിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മാത്രം മതി. നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ടൈമൊന്നും കളയണ്ട, ഒരക്കൊന്നും വേണ്ട. ഇതിങ്ങനെ ഈ വെള്ളത്തിൽ കിടന്നോട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ മതി. കുട്ടികൾ പൊട്ടിക്കുന്നതും കാക്കകളൊക്കെ ഇരുന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് വെക്കുക. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന കണ്ടെയ്നറുകളിലും നമുക്കിത് സ്പ്രെഡ് ചെയ്ത് വെക്കാം. കുറച്ച് ടൈം അങ്ങനെ വെച്ചാൽ മതി. അതുപോലെ നമ്മൾ ചായ പാരുന്ന മുന്തകൾ, അതുപോലെ ഇതുപോലുള്ള ചെറിയ കറിയൊക്കെ എടുക്കുന്ന ചൂടോടെ എടുക്കുന്ന പാത്രങ്ങളിലെല്ലാം കറ പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് വെക്കാം. ഇതാ കണ്ടോ കരിമ്പം പിടിച്ച പാത്രങ്ങൾ, അതുപോലെ നമ്മുടെ പഴയ കുക്കറുകളെല്ലാം പുത്തനായിട്ട് വെട്ടിത്തിളങ്ങും. മിക്സിയുടെ അടിഭാഗത്ത് അതുപോലെ തന്നെ കറ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ആക്കി വെച്ചാൽ മതി കുറച്ച് ടൈം കൊണ്ട് തന്നെ. ഇതെല്ലാം ഈ പാത്രങ്ങളെല്ലാം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മാസത്തിലൊരിക്കലെങ്കിലൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചാക്കി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട്. കാരണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ പലരും കമന്റ് ഇട്ടിരുന്നു, നിങ്ങളിങ്ങനെ ഇത്ര നാളും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുകയാണോന്ന്. കാക്ക വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം അത്ര വൃത്തികേടായതും ഈ ഒരു മിനിറ്റുകൾ കൊണ്ട് ക്ലീൻ ആക്കാനുള്ളൊരു ശക്തി അതിനുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ സ്റ്റീലിൻ്റെ മഗ്ഗുകളൊക്കെ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ക്ലീനായിന്ന്. ഇതാ ഞാൻ ആ പൗഡർ തേച്ചിട്ടാണ്. ബീഫാണ് ഇന്ന് ബീഫ് വെച്ചിട്ടുള്ളത്. ചിരട്ടക്കണലിൽ വേവിച്ച ബീഫിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ നിങ്ങളാരും കുക്കറിൽ വെക്കൂല. ഇതാ അപ്പോൾ നമ്മുടെ പാത്രങ്ങൾ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ ബാക്കിയുള്ള അകം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പാത്രങ്ങളെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ അത് ഒരതാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ ഇതെല്ലാം 6-7 വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പഴക്കം ഉണ്ടാവും.
അത് നല്ല പുത്തനായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നോക്ക്, നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾ ആദ്യം കണ്ടതല്ലേ, അതും ആ പാത്രങ്ങളുടെ വലിപ്പം കൂടെ നോക്കി എന്തൊരു വ്യത്യാസമുണ്ട്. ഇതൊരു പഴയ കട്ടിംഗ് ബോർഡാണ്. ഇതാ നോക്ക്, ചെമ്പിൻ്റെ ഒരു കോലം നോക്ക്, കരി പിടിച്ചിട്ട് ചിരട്ടക്കണലും കൂടെ ആയിട്ടേ അതിൻ്റെ കോലം കണ്ട. പക്ഷേ വെള്ളത്തിൽ കഴുകിയപ്പോൾ തന്നെ അത് പകുതി മുക്കാലും പോയി. ഇനി ഒന്നുകൂടെ ഈ പൗഡർ നേരത്തെ നമ്മൾ തേച്ച് വെച്ചപ്പോൾ ഇതിൻ്റെ ചാരം മാത്രം ചേർത്തിട്ടാണ് ഞാൻ പൗഡർ നേരത്തെ തേച്ച് വെച്ചിരുന്നത്. ഇനി ഞാൻ ഗ്ലാസും പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ പൗഡർ അതുണ്ട്, കുറച്ച് വിനിഗറും അതുപോലെ വിംബാറിൻ്റെ ലിക്വിഡും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള അതൊന്ന് ഒരു അരമണിക്കൂർ തേച്ച് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ നമ്മൾ അടി പിടിച്ചതായാലും നമ്മൾ തേച്ചിട്ട് കുറച്ച് ടൈം വെച്ചാൽ മതി. അതുപോലെ ഒരു പഴയ കട്ടിംഗ് ബോർഡ് ഉള്ളതാണ്. ഞാനത് ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുക. ബീഫ് കട്ടിങ് എളുപ്പമാക്കാനുള്ള ഒരു ടിപ്സ് ഉണ്ട്, അത് വേറെ ഒരു അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഞാൻ ബീഫ് കട്ടിങ്ങിന് മാത്രമായിട്ട്, നീ ഇത് കണ്ടിട്ട് ഇതിലാണോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളത് എന്നൊന്നും ആരും കമൻറ്റ് ഇടരുത്. അതിന് വേറെ കട്ടിംഗ് ബോർഡ് ഉണ്ട്. ഇത് ഞാൻ ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ്. പക്ഷെ എന്നാലും ഞാനിത് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെയാണ് കൊണ്ടെടുക്കാറുള്ളത്. ഇതിലും ഞാൻ അതുപോലെ ഈ ഒരു പൗഡർ നമ്മൾ കട്ടിംഗ് ബോർഡിലും ചേർത്ത് പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ നല്ല ക്ലീനായിട്ട് നല്ല വൈറ്റായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ തുടക്കാനും അലക്കാനെല്ലാം എടുക്കുന്ന ബക്കറ്റുകൾ പ്ലാസ്റ്റിക്കിലും ഈ ഒരു ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈബറിലും അതുപോലെ അലുമിനിയത്തിലും സ്റ്റീലിലെല്ലാം ഒരുപോലെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിലെ സിങ്കുകൾ അതുപോലെ ബാത്റൂമിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതാ നോക്ക്, നിങ്ങൾ കണ്ടതല്ലേ ആ കട്ടിംഗ് ബോർഡിൻ്റെ കോലം, ഇപ്പം അത് നോക്ക്. ഇതാ മിക്സിയുടെ ജാറിൻ്റെ മാറ്റം നോക്ക്. അതുപോലെ പഴയ ഒരു ബക്കറ്റാണിത്, കരിമ്പം കുത്തിയത് നോക്ക്. അതിൽ ഞാനിവിടെ അലക്കാനും അതുപോലെ ക്ലീനിങ്ങിനൊക്കെ എടുക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ മാറ്റം നോക്ക്. ആകെ കരി പിടിച്ചിരുന്ന ചെമ്പ് നമ്മൾ എത്ര നേരം ഒരതിയെടുക്കണം. പക്ഷേ ഈ ഒരു പൗഡർ ഉള്ളതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം പെട്ടെന്ന് വെട്ടി തിളങ്ങട്ടെ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് റിസൾട്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് അങ്ങ് മുങ്ങും, പിന്നെ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയിക്കണില്ല, ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതൊന്ന് തീർത്ത് തരിക. മാഷാ അല്ലാ 22K സബ് ഫാമിലി ആയിട്ടുണ്ട്. 1K എങ്ങനെ ആവുക എന്നുള്ള ടെൻഷനിലുള്ള ഞങ്ങൾക്കത് ഒരുപാട് ഇതാണ്. ഇൻഷാ അല്ലാ 25K സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ടിക്കുക. തൊട്ട് താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന റെഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി. എൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇനിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.